കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം വേറൊന്നുമല്ല, നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അതും മടിയും ഒക്കെ കൂടിയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ്സും നോമ്പും ഒക്കെയുള്ള എൻ്റെ ഒരു ദിവസം എങ്ങനെ ഉണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നേരത്തെ തന്നെ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് WDCൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. ഈ ഇരിക്കണ എൻ്റെ ഫ്രണ്ട് അർഷിലയാണ്. ആളൊരു വലിയ സംഭവമാണ്. വുമൻസ് ഡേൻ്റെ അന്ന് നടത്താനിരുന്ന പ്രോഗ്രാമായിരുന്നു. പക്ഷെ ചില കാരണങ്ങളാൽ കോളേജിന് അതന്ന് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വുമൻസ് ഡേ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ദുർഗ മാം ആയിരുന്നു. അങ്ങനെ ഒരു ഉച്ചയോട് കൂടി ലഞ്ച് ബ്രേക്കൊക്കെ ആയപ്പോഴേക്കും ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഫ്രണ്ട്സും കൂടി ക്ലാസ്സിലോട്ട് പോന്നു. അതിനുശേഷം ഒരു 2 അവറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. നോമ്പായതുകൊണ്ട് നേരത്തെ ക്ലാസ് കഴിയും. ക്ലാസ് കഴിഞ്ഞ പാടന്നെ ഞാൻ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഞാൻ കുക്കിങ്ങിലോട്ട് നിന്നു. ബട്ടർ നാനും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ ബട്ടർ നാൻ മൈദ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഇമ്മച്ചി മൈദ ഫുൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആട്ട കുറേ ഉണ്ട്, അപ്പോൾ കുറച്ച് ആട്ടപ്പൊടിയും കൂടി ആഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിക്ക് കുറച്ച് ആട്ട കൂടി ആഡ് ചെയ്തു. ആഡ് ചെയ്തുകൊണ്ട് തന്നെ രുചിയിലൊന്നും വലിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചു നേരം ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ടായിരുന്നു. കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം ഇങ്ങനെ കുഴച്ച് വന്നപ്പോൾ അതങ്ങോട്ട് സെറ്റായി തോന്നുന്നു. ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എന്തേലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മച്ചിൻ്റെ വായിലിരിക്കണമൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. എനിക്ക് കുക്കിങ് പൊതുവെ നല്ല ഇഷ്ടമാണ്. പക്ഷെ എന്തുണ്ടാക്കിയാലും എന്തേലും ഒരു കുറ്റം എൻ്റെ അമ്മച്ചിക്ക് പറയാനുണ്ടാവും. അങ്ങനെ ഞാനിനായിട്ടുള്ള ആ ഒരു മാവ് ഞാൻ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ കറി ഉണ്ടാക്കുന്ന തിരക്കിലായി. ഞങ്ങളുടെ കിച്ചണിൽ കുക്ക് ചെയ്യണ സ്റ്റൗവിൻ്റെ അടുത്ത് ലൈറ്റ് നല്ല കുറവാണ്. കുക്ക് ചെയ്യണവർക്ക് കാണാൻ പറ്റും, പക്ഷെ വീഡിയോയിൽ വല്ലാണ്ട് കാണുന്നില്ല. ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പൊരിക്കടികൾ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്യാനോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഞാനൊന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് സ്റ്റോറേജ് ഒന്ന് തൽക്കാലത്തിന് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ സെറ്റായി. അപ്പോഴേക്കും പിന്നെ ഞാൻ മാവ് എടുത്തിട്ട് നാൻ ചൂടാൻ നിന്നു. നാനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞാൻ കരിഞ്ഞു. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോഴാണ് കറക്റ്റ് നാനായത്. പിന്നെ നോമ്പറക്കാനുള്ള ഒരു സമയമായി. അപ്പോൾ ഞങ്ങൾ സമൂസയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പിന്നെ നാരങ്ങ വെള്ളം,
പിന്നെ ചിക്കു ജ്യൂസ്, ഇതൊക്കെയാണ് നോമ്പറക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് സോസ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഹേർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേന് ബാങ്ക് കൊടുത്തു. നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴം വെച്ചിട്ട്. സാധാരണ നോമ്പ് തുറന്ന പാട് പച്ചവെള്ളം കുടിക്കണം, എല്ലാവരും അങ്ങനെയാണ് കുടിക്കല്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഈത്തപ്പഴം തിന്ന് പെട്ടെന്ന് തന്നെ കുറച്ച് നാരങ്ങ വെള്ളം എടുത്തിട്ട് കുടിച്ചു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു സമൂസ എടുത്ത് കഴിച്ചു. നോമ്പിന് പൊരിക്കടികൾ കഴിക്കണത് അത്ര നല്ലതല്ല എന്നുള്ള എനിക്കും അറിയാം. പക്ഷെ ഇതില്ലാതെ നോമ്പ് തുറന്ന പോലെ തോന്നൂല, വേറെ ഫുള്ളാവൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓതാനും നിസ്കരിക്കാനും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശാ നിസ്കാരം കഴിഞ്ഞ പാട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാനും ബട്ടർ ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രഷ് ക്രീം ഒഴിക്കാത്ത ഒരു ബട്ടർ ചിക്കന്, രണ്ടും അടിപൊളിയായിരുന്നു. തരക്കേടില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിലത്തെ അതേപോലെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അടിപൊളിയായിരുന്നു. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.